ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ടതില്ല, നമ്മൾ പലതവണ ചാനലിൽ തന്നെ വന്ന ആളാണ്. കൂഴക്കോട് എന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ 10,000 രൂപ മുഖ്യമന്ത്രിൻ്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാൻ കഴിഞ്ഞു നിങ്ങൾക്ക്. അത് വലിയൊരു സംഭവം തന്നെയായിട്ടാണ് നമ്മൾ കാണുന്നത്. MLA അത് ഏറ്റുവാങ്ങി. അതായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് നമ്മൾ ശ്രമം നടത്തിയിട്ടുണ്ടാവും. പിന്നെ നമ്മളെ ആർക്കൂടെ കുറേ ആൾക്കാരെ നമ്മൾ സഹകരണമാണല്ലോ, അപ്പോൾ അവർക്കൊരു നന്ദി പറയാൻ കിട്ടുന്ന ഒരു ചാൻസാണ്. അപ്പോൾ അതായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് പ്രേക്ഷകരോട് സംസാരിക്കാം. ഇവിടെ അന്ന് ഒരുപാട് ആൾക്കാർ വന്ന് ഭക്ഷണം കഴിച്ചു. നല്ല രീതിയിലുള്ള സഹകരണമാണ് എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടായത്. നമുക്ക് ജനങ്ങളുടെ പൊതുവെ നാട്ടുകാർ, പിന്നെ യാത്രക്കാരായി വരുന്ന ആൾക്കാർ, ഈ ബോർഡ് കണ്ടിട്ട് തന്നെ ഒരുപാട് ആൾക്കാർ വന്ന് കയറി അത് വളരെ സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യം. വളരെയേറെ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ആൾക്കാർ വന്ന് വളരെ നന്നായിട്ടോ അന്ന് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. അന്ന് പറഞ്ഞ് പിന്നെയും നമ്മളെ അഭിനന്ദനം നല്ലോണം അറിയിച്ചിട്ടുണ്ട്. പിന്നെ അതിൽ ഇവിടെ ആദ്യമായിട്ട് നന്ദി പറയേണ്ടത് ഇവിടെ ഭക്ഷണം ഉണ്ടാക്കി പിന്നെ നല്ലൊരു ഓരോ അന്ന് ശമ്പളം കൂലി ഒന്നും വാങ്ങാതെ, പിന്നെ എന്റെ ഏട്ടന് എന്റെ അഞ്ച് കുടുംബം എന്റെ കുടുംബം തന്നെ എന്റെ കൂടപ്പിറപ്പുകൾ തന്നെയാണ് കൂടുതലും ഇതിനെ പറ്റി ഇതായിരിക്കും. പിന്നെ കൂടുതലും ഇവിടെ എല്ലാ ആൾക്കാരുണ്ട്. ഏട്ടന് അഞ്ചിന് അതിൽ നല്ല പങ്ക് വഹിച്ചിട്ടുണ്ട്. ജീവനക്കാരേതായാലും നമുക്ക് ഏതായാലും പിന്നെ ഇവിടെ ഉള്ളവരാണ്. ഓല് അകമഴിഞ്ഞ് സഹകരിച്ചു. പിന്നെ മറ്റുള്ള ആൾക്കാരും ഒരു നല്ല ഇതായിട്ട് ഭയങ്കരമായിട്ട് ഇതാക്കിയിട്ടുണ്ട്. പിന്നെ പൊതുജനങ്ങൾ ഇവിടുത്തെ എന്റെ സുഹൃത്തുക്കളും അതിനുള്ള ആൾക്കാരും എല്ലാ കുറഞ്ഞ പീരീഡിലാണല്ലോ ചെയ്തത്. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് വാർത്ത. അതായത് നമ്മള് 4 ദിവസമേ പറയാനുള്ളൂ, ശരിക്കും 4-5 ദിവസം കൂടുതൽ അങ്ങനെ വൈഡായിട്ട് ഞാനും ഒന്നും ഇതാക്കിയിട്ടൊന്നുമില്ല. പിന്നെ ഇവിടെ എന്റെ സുഹൃത്ത് രാജേഷ്, അങ്ങനെ പിന്നെ ബാലേട്ടെ കുളിക്കില്ല, അങ്ങനെ രണ്ടാളും 2-3 ആൾക്കാർ കൂടിയിട്ടാണ് ഇത് കൂടുതൽ പരസ്യം തന്നെ കൊടുത്തത്. പിന്നെ എന്റെ ഏട്ടന്റെ മോയെ, അങ്ങനെ ഓരോക്കെയാണ് ഇതിന്റെ ആൾക്കാർ കംപ്ലീറ്റ് ഈ പരസ്യത്തിന്റെ. അതുപോലെ വെള്ളപ്പൊക്കത്തിലായിരുന്നല്ലോ ആ ദിവസം, ഒരു 4 ദിവസം മുമ്പിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇവിടെ കയറാൻ പറ്റില്ലേനു. ഇവിടെ കഴുകി വൃത്തിയാക്കി, ഹോട്ടലൊക്കെ കഴുകി വൃത്തിയാക്കി നല്ല ഇതാക്കിയതിനു ശേഷമാണ് ഇതൊക്കെ ചെയ്തത്. വളരെ ശോച്യാവസ്ഥയിലേനു നമുക്ക്. പിന്നെ വീടും അതുപോലെ തന്നെ അത് വെള്ളത്തിലായി. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ അതായത് ഒരു സത്യത്തിൽ ഒരു ദുരിതത്തിൽ നിന്നാണ് നമ്മൾ വേറൊരു ദുരിതത്തിന് സഹായിക്കുന്നത്. നമ്മൾ ഇത്ര ഒരു 2 ദിവസം വെള്ളം കയറിയപ്പോഴേക്കും ഇത്ര ദുരിതം അനുഭവിച്ചില്ലെങ്കിൽ അവിടെ ഉള്ളവരൊക്കെ സ്ഥിതി, വയനാട്ടിലുള്ളവരൊക്കെ സ്ഥിതി എന്തായിരിക്കും അറിയാതെ തന്നെ. ഞാൻ നേരിട്ട് അറിയുന്ന ഹോട്ടൽ ഉടമ എന്ന് പറയാം, ഹോട്ടൽ തൊഴിലാളി എന്നേ സത്യത്തിൽ പറയാൻ പറ്റുള്ളൂ. പറയുമ്പോ ഉടമ എന്നാണ് എല്ലാ സ്ഥലത്തും പറയുന്നത്. സത്യം ഞാൻ എന്റെ മനസ്സിലപ്പോയി കണ്ടിട്ടുണ്ട്. അതായത് തൊഴിലാളി തന്നെയാണ്, അത്രയേ ഉള്ളൂ. കാരണം നമ്മൾ പണിയെടുത്തിട്ടാണല്ലോ നമ്മളെ. തീർച്ചയായിട്ടും അതാണ്. മക്കള്, ഭാര്യ, എല്ലാവരും. അനിയന്റെ ഒരു വീട്ടിലുള്ള എല്ലാ ആൾക്കാരും എല്ലാവരും. അതെ, ഞാൻ വന്നിരുന്നു. അപ്പൊ ഞാൻ ശരിക്കും കൂട്ടായ്മ ഉണ്ട്, തിരക്കായോണ്ട് മാത്രം എല്ലാവരും വന്ന് ഇവിടെ ഫുൾ. അതെ, എനിക്കന്ന് ഇന്റർവ്യൂവിനുള്ള സമയം കിട്ടാത്തതുകൊണ്ട് മാത്രമാണ് ഞാനത് ഇപ്പോഴും രണ്ടാമതൊന്നും ഇങ്ങനെ എടുക്കുന്നത്. 2 ദിവസം വൈകിയാൽ ഉൾപ്പെടെ നമുക്ക് പ്രേക്ഷകരോട് പറയേണ്ടതുണ്ട്. എനിക്ക് ആരോടും നന്ദി പറയാൻ കഴിഞ്ഞില്ല. അപ്പം ഇതിലൂടെ നാട്ടുകാരും ഇതിൽ പങ്കെടുത്ത എല്ലാവരോടും നമ്മളെ അഗൈതമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഓക്കെ, സന്തോഷം.